ആളുകളും കമന്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് കേട്ടോ. ഇംഗ്ലീഷ് ചേട്ടാ എനിക്ക് വായിക്കാൻ അറിയാം, എഴുതാൻ അറിയാം, പക്ഷെ പലപ്പോഴും എനിക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകുന്നില്ല അവരെന്താണ് ഇംഗ്ലീഷിൽ എന്നോട് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷിൽ എന്താണെന്ന് പലപ്പോഴും കേട്ട് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നു. ഇതിന് എന്താണ് ഒരു പരിഹാര മാർഗ്ഗം എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിന് പറ്റിയിട്ടുള്ള 1-2 ടിപ്സും കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എൻ്റെ പേര് ഷിജു തോമസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മറ്റു വീഡിയോകളൊക്കെ കണ്ടു നോക്കട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കുഴപ്പമില്ല. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ചെയ്യാം, എന്താണ് നമ്മൾക്ക് ഇത് ചെയ്യാൻ പറ്റുക. എഴുതാനറിയാം, വായിക്കാനറിയാം, പക്ഷെ നമുക്ക് സംസാരിക്കാനും അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാനും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും പറയുന്നത് 2 പോയിന്റാണ് പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഡോണ്ട് തിങ്ക്, ജസ്റ്റ് ലിസൺ എന്ന് പറയും. ഡോണ്ട് തിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കും, ഇപ്പോൾ കേൾക്കുന്നതും തിങ്ക് ചെയ്യുന്നതും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ആലോചിക്കും. പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി, ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു പ്രസന്റേഷൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ നോർമലി എന്താ ചെയ്യുന്നുണ്ടാവുക, ഇയാൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുശേഷം എനിക്ക് അയാളോട് ഇംഗ്ലീഷിലാണല്ലോ തിരിച്ച് ചോദിക്കേണ്ടി വരിക. അപ്പം ഞാൻ എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ ഞാൻ എന്ത് ചോദ്യം ചോദിക്കും, ഞാൻ എന്ത് പ്രസന്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ അത് അവതരിപ്പിക്കും. ഇത്തരത്തിൽ ഒരു സംസാരം കേൾക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ പറ്റിയിട്ട് പാരലായിട്ട് നമ്മുടെ ബ്രെയിൻ വേറെ കുറേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടക്കക്കാരായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും 2 കാര്യങ്ങൾ ഒരേ സമയത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പം അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ വരികയും ഇവർ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും എന്ത് സംഭവിക്കും, നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഔട്ടായി പോവുകയും നമുക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ റീസൺ, ഡോണ്ട് തിങ്ക്, ജസ്റ്റ് ലിസൺ. അതായത് നിങ്ങൾ തിങ്ക് ചെയ്യുന്ന പരിപാടി, അല്ലെങ്കിൽ നിങ്ങൾ വേറെ കാര്യങ്ങൾ ആലോചിക്കുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്യുക, ഇവർ പറയുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക എന്ന് പറയും. മനസ്സിലായില്ലേ? ഇപ്പം നമ്മുടെ ചെവി വർക്കിംഗ് ആണ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നമുക്ക് മനസ്സിലാകണമെന്നില്ല. നമ്മളിതെല്ലാം കേട്ടു, പക്ഷെ നമുക്ക് അൾട്ടിമേറ്റ്ലി നമുക്കൊന്നും മനസ്സിലായില്ല എന്നുള്ളൊരു റിസൾട്ടാണ് നമുക്ക് ആഫ്റ്റർ ഓൾ വരാൻ പോകുന്നത് കേട്ടോ. ഇനി അടുത്തൊരു പോയിന്റ് ഉണ്ട്. 2ാമത്തെ പോയിന്റ്, ചങ്കായിട്ട് ഇത് കേൾക്കുക എന്ന് പറയും. നമ്മൾ ഇപ്പം ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ, നമുക്ക് ഈ കേൾവി ശക്തി, അല്ലെങ്കിൽ നമുക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന സംഭവത്തിലേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് വീഡിയോ എടുക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ചിലപ്പോൾ ഒരു സിനിമയുടെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ ഒരു പ്രസൻറ്റേഷൻ ആയിരിക്കാം, ഒരാളുടെ ടോക്ക് ആയിരിക്കാം, മോട്ടിവേഷണൽ സ്പീച്ച് ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 1-2 മിനിറ്റിൻ്റെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അത് റിപ്പീറ്റേറ്റീവായിട്ട് കേട്ടുകൊണ്ടിരിക്കാം. മനസ്സിലായില്ലേ? നിങ്ങൾ ഒരിക്കലും സബ് ടൈറ്റിൽ ഓൺ ആക്കിയിട്ട് കേൾക്കരുത് കേട്ടോ. സബ് ടൈറ്റിൽ ഓൺ ആക്കിയിട്ട് കേട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും പറയും, തുടക്കക്കാരല്ലേ നിങ്ങൾ സബ് ടൈറ്റിൽ ഓൺ ആക്കിയിട്ട് സിനിമ കണ്ടോളൂ, വീഡിയോ കണ്ടോളൂ, കേട്ടോളൂ എന്നൊക്കെ പറയും. പക്ഷെ എന്താ സംഭവിക്കുക കഴിഞ്ഞാൽ, റിയാലിറ്റിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ നേരിട്ട് ഒരു വ്യക്തിയോട് നേരിട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരിക്കലും സബ് ടൈറ്റിലൊന്നും എഴുതി കാണിക്കില്ല. അപ്പോൾ നമുക്ക് സബ് ടൈറ്റിൽ ജീവിതത്തിൽ റിയൽ സിറ്റുവേഷനിൽ നമുക്ക് ഒരിക്കലും അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് സബ് ടൈറ്റിൽ ഇല്ലാതെ നിങ്ങളൊരു വീഡിയോ റിപ്പീറ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുക. ഒരു 20 പ്രാവശ്യം, 30 പ്രാവശ്യം, 40 പ്രാവശ്യമൊക്കെ ആ വീഡിയോ കേട്ട് കഴിയുമ്പോൾ അവർ പറയുന്ന ആ ഒരു 4-5 സെന്റൻസ്, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ഉള്ള ആ വീഡിയോ കംപ്ലീറ്റ് അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ, ഇഷ്ടപ്പെട്ട ടോപ്പിക്ക്, ഇഷ്ടപ്പെട്ട ഏത് ഇതിലായാലും കുഴപ്പമില്ല, ഇംഗ്ലീഷ് വീഡിയോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഒരേ വീഡിയോ തന്നെ അത് കേട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമുക്ക് പച്ചവെള്ളം പോലെ മനസ്സിലാകുന്ന ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞാൽ, ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ കുറച്ച് കാലം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ബ്രെയിന് ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കാത്ത ഒരു സ്റ്റേജിലേക്ക് വരികയും ചെയ്യും. കേട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ക്ലിയർ ആയില്ലേ? ഇത് ഇംഗ്ലീഷ് സിനിമകൾ കണ്ടുപഠിക്കാം, ഏത് വീഡിയോ വേണമെങ്കിലും കണ്ടുപഠിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ 2 മെത്തേഡാണുള്ളത്. ഒന്ന്, നിങ്ങൾ സ്റ്റോപ്പ് തിങ്കിങ്, എന്താ പറയുക, സ്റ്റാർട്ട് ലിസണിങ് എന്നുള്ള ഒരു പ്രോസസ്സ് പറയുന്നത്. 2ാമത്തത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക എന്നുള്ള സംഭവമാണ് പറയുന്നത്. അപ്പോൾ ഈ 2 മെത്തേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് യൂസ്ഫുൾ ആയി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യിക്കാട്ടോ. ഇനി ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ട് തോന്നിയെന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടേക്ക് കെയർ. ബൈ ബൈ.